Okay, good evening. നമ്മളെന്ന് നോക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ പാർട്ട് 1 ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. നമുക്ക് മാനേജ്മെന്റ് എന്താന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മാനേജ്മെന്റ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? മാനേജ്മെന്റ് എവിടേക്കാണ് നിങ്ങൾ കേട്ടേക്കണേ? മാനേജ്മെന്റ് എന്നുള്ള വേർഡ് എവിടേക്കാണ് നിങ്ങൾ കേട്ടേക്കണേ? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളോ? സ്കൂളിലില്ലേ? സ്കൂളിലുണ്ട്, ക്ലബിലുണ്ട്, പിന്നെ കോളേജിലുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി, അതായത് നമ്മുടെ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കൂട്ടായ പ്രവർത്തനമാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഞാനൊരു PPT കാണിക്കാം. മാനേജ്മെന്റിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദ മാനേജ്മെന്റ് ഹാസ് മെനി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിലത്തെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം, അവിടെ കുറെ നിയമങ്ങളുണ്ട് അല്ലെ? ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ സ്കൂളില് നമ്മൾ അത് അനുവർത്തിച്ച് പോരേണ്ടത് ആവശ്യമാണ്. കാരണം എന്താ? സ്കൂളിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന് അതിന് റെസ്പോൺസിബിലിറ്റീസും അതുപോലെ റെസ്ട്രിക്ഷൻസും ഒക്കെ ഉള്ളത് അവരുടെ ആ ഒരു വർക്ക് അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിരിക്കുന്ന ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെ അച്ചീവ് ചെയ്യണം? അവരുടെ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് നടന്നു പോകണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു മാനേജ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ അവിടെ വെക്കുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഹാസ് മെനി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വർക്ക് അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിട്ടുള്ള ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവർ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നത് എങ്ങനെ സ്മൂത്ത്ലി, നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മാനേജ്മെന്റിനെ നിയോഗിക്കുന്നത്. ദെൻ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ നോക്കാം. അതില് മേരി പാർക്കർ ഫോലറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. അതായത് മാനേജ്മെന്റ് ഈസ് എ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അതായത് മറ്റുള്ളവരിൽ നിന്ന്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്. അതെങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്? മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തെടുത്തുകൊണ്ട്. ഇപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിലൊരാളാവില്ല, കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. അവരൊക്കെ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗോള് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന്റെ ഒരു ഗോള് അച്ചീവ് ചെയ്യുക എന്നൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. അവർക്ക് അതിൽ കുറെ റോൾസ് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, അവര് പറഞ്ഞിട്ടുള്ള റൂൾസ് ഒക്കെ അവർ ഫോളോ ചെയ്യേണ്ടതുണ്ടാവും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വർക്കിംഗ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ഡെഫിനീഷന്റെ അടിസ്ഥാനത്തിൽ, അതായത് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ, അതായത് മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുക. ഈ ഒരു അങ്ങനെ ഒരു ഡെഫിനീഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ഡെഫിനീഷനെ മുൻനിർത്തി അതിനൊരു 3 ആസ്പെക്ട്സ് ഉണ്ട്. ആദ്യത്തെയാണ് പ്രോസസ്, ദെൻ എഫക്റ്റീവ്നെസ്, ദെൻ എഫിഷ്യൻസി. പ്രോസസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിരവധി പ്രോസസ്സുകളോ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, അതായത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അത് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടായിരിക്കണം, വേണ്ടേ? എന്നാലല്ലേ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ വിചാരിച്ച ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ലക്ഷ്യം നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? അതിനൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, അത് ഓർഗനൈസ് ചെയ്യണം, സ്റ്റാഫിങ് ചെയ്യണം, ഡയറക്റ്റിംഗ് ചെയ്യണം, കൺട്രോളിങ് ചെയ്യണം. ഇതൊക്കെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. ഈ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സ്, അതിൻ്റെ ഒരു പ്രക്രിയയാണ്. അതായത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മാനേജ്മെന്റ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു പ്രോസസ്സിൽ പെടും. ദെൻ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവിങ് ടാസ്ക്. ഇപ്പൊ കാണുന്നുണ്ടോ? ഹലോ, ഓക്കെ. ദെൻ അടുത്തതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്
കംപ്ലീറ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവിങ് ഗോൾസ്. അതായത് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് നമുക്ക് ഒറ്റവാക്കിൽ പറയാനായിട്ട് അച്ചീവിങ് ടാസ്ക്, നമ്മൾ ആ ടാസ്ക് അച്ചീവ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ ഇനി അടുത്തത് കൂടെ പറയുമ്പോഴാണ് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് ചെയ്യും, പക്ഷെ എങ്ങനെ ആ ഒരു ടാർഗറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 1000 യൂണിറ്റ്സ് ഓഫ് സോപ്പ് നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാനേജർ എന്ത് ചെയ്തു, ആ ഒരു സോപ്പ് അദ്ദേഹം ഹയർ കോസ്റ്റില് മാക്സിമം ലേബർ ചാർജ് ഒക്കെ കൊടുത്ത് അവർ പറഞ്ഞ ആ ഒരു സമയത്തിനുള്ളിൽ, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അത് ഈ ഒരു ഓർഗനൈസേഷൻ അത് നഷ്ടമാണ് ഉണ്ടാക്കിയത്. കാരണം അദ്ദേഹം ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു, ആ ഒരു അദ്ദേഹം കൊടുത്ത ടാസ്ക് അച്ചീവ് ചെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹം എഫക്റ്റീവ്നെസ്സിൽ അതാണ് പറയുന്നത്. അതായത് ആ റൈറ്റ് ടാസ്ക് മാത്രമാണ് അദ്ദേഹം കംപ്ലീറ്റ് ആക്കിയത്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം അറിയുന്നില്ല. ആ ഒരു കാര്യം പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ആ ഒരു ടാസ്ക് ചെയ്തു, അത്രേ ഉള്ളൂ. ദെൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ഒക്കെ ചെയ്തു, ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ആയി, ഗോൾസ് അച്ചീവ് ചെയ്തു. എങ്ങനെ? മിനിമം കോസ്റ്റില്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവർ പറഞ്ഞ ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചുരുങ്ങിയ ചെലവിൽ കാര്യങ്ങൾ നേടിയെടുക്കുക. ചുരുങ്ങിയ ചെലവിൽ കാര്യങ്ങൾ നേടിയെടുത്തപ്പോൾ എന്തുണ്ടായി, ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ അദ്ദേഹത്തിന് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ലേബേഴ്സിന്റെ എണ്ണം കുറച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഏറ്റവും ലോ കോസ്റ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ നോക്കി പിടിച്ചൊക്കെ വന്നപ്പോൾ എന്തുണ്ടായി, ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ അദ്ദേഹത്തിന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇനി അതിന്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എഫക്റ്റീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി. അതായത് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് അത് ഒരു ഈക്വൽ ആയിട്ട് പോയെങ്കിൽ മാത്രമേ, അതൊരു ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിയെങ്കിൽ മാത്രമാണ് ഒരു മാനേജ്മെന്റ് സക്സസ് ആയി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിൽ വിചാരിക്കുക. അതായത് ഒരു 1000 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ 5000 യൂണിറ്റ്സ് ഓഫ് സോപ്പ് നിങ്ങളോട് പ്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ ആണ് നിങ്ങൾക്ക് അതിനുള്ള ടൈം പീരീഡ് തന്നിട്ടുള്ളത്. പക്ഷേ ഒരു മാനേജർ എന്താ ചെയ്തത്, ഹയർ കോസ്റ്റില് വേജസ് ഒക്കെ മറ്റേ ലേബർ ചാർജസ് ഒക്കെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അത് എന്തുണ്ടായി, നമ്മുടെ ഓർഗനൈസേഷന് ഭയങ്കര ചെലവ് കൂടുതലായി. ദെൻ വീണ്ടും അദ്ദേഹം ശ്രമിച്ചപ്പോൾ മിനിമം കോസ്റ്റില് കുറച്ചുകൊണ്ട് വേജസ് ലേബേഴ്സിന്റെ എണ്ണമൊക്കെ കുറച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും സോപ്പ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. ഇതിന്റെ ഡിഫറൻസ് ക്ലിയർ ആയോ? എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസിന്റെ ഡിഫറൻസ് ക്ലിയർ ആയോ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ് പ്രോസസ്. അതൊരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ്. നമ്മൾ പറഞ്ഞു, ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ആ ഗോള് അച്ചീവ് എങ്ങനെ ചെയ്യാം, അതിലേക്കുള്ള ആ ഒരു ലക്ഷ്യമാണ് ഇതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ ആദ്യത്തെ പോയിന്റ് പറയുന്നത്. അതായത് അവരുടെ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ആ ബിസിനസ് മാനേജ്മെന്റിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരൊരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള ആ മാർഗങ്ങൾ, അതിനെയാണ് നമ്മളിവിടെ ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണെന്ന് പറയുന്നത്. അതിപ്പോ എങ്ങനെ ചെയ്യാം? സെയിൽ കൂട്ടാം, പ്രോഫിറ്റ് കൂട്ടാം, ഇതൊക്കെ നമുക്ക് അതിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവർത്തനം, അത് ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. സെക്കൻഡ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ്. പെർവാസീവ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ്.
മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ മാനേജ്മെന്റ് ഉണ്ട്, കോളേജിൽ മാനേജ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മാനേജ്മെന്റ് ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളൂ. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന് തൊട്ടിട്ടുണ്ടോ? ഇല്ല, അതിനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എവറിവെയർ. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ ഇക്കണോമിക്കലി, സോഷ്യലി, പൊളിറ്റിക്കലി ഇതിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിന്റെ ഉള്ളിലൊക്കെയും എന്തുണ്ട്? ഒരു മാനേജ്മെന്റ്. അതിനെ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും പിന്നെന്താ പ്ലാൻ ചെയ്യാനും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ ഉണ്ട് അല്ലെ. അപ്പോൾ അതാണ് പറയുന്നത് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എവറിവെയർ. ദെൻ തേർഡ് പോയിന്റ് ആണ് ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ ആണ്. അതിന് 3 ആസ്പെക്ട്സ് വരുന്നുണ്ട്, അതിന് 3 ഡയമെൻഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് ഓഫ് വർക്ക്. അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിയുടെ നടത്തിപ്പ്. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ്, അവിടെ വരുന്ന പേഷ്യൻസിന് ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്കൂളിന്റെ എയിം എന്ന് പറയുന്നത് അവർക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ, ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ. ഓരോ സ്കൂളുകാരും വിചാരിക്കുന്നത് ബെറ്റർ റിസൾട്ട് വേണമെന്നല്ലേ. അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് ഓരോ സ്കൂളിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ഫാക്ടറി, അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാക്ടറി, ഒരു ഫാക്ടറിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ ഗുഡ്സും എങ്ങനെ നന്നായിട്ട് ഏറ്റവും നല്ല ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഓരോ ഫാക്ടറിയും അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതായത് ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ആ ജോലികള് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഓക്കെ, ഇനി അതിൽ വരുന്ന അടുത്ത ഡയമെൻഷൻ ആണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. അതായത് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു വർക്കേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ്, അത് തന്നെ വരുന്ന അടുത്ത പോയിന്റ് ആണ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷൻ ഇപ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിനൊരു ഇൻപുട്ട് കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട്, അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ തന്നാലാണ്, അതായത് ഇപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്താലാണ് നിങ്ങളുടെ റിസൾട്ടിന്റെ സമയത്ത് അത് കാണുള്ളൂ. നിങ്ങളിപ്പോൾ നന്നായി പഠിച്ചാലാണ് നിങ്ങളുടെ റിസൾട്ടിൽ അത് എഫക്റ്റ് ചെയ്യുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ഇൻപുട്ട് എത്രത്തോളം എഫിഷ്യന്റ് ആണോ അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ് ആണോ അതിന്റെ റിസൾട്ട്, ഫൈനൽ റിസൾട്ട് ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷനിൽ വരുന്ന 3 ഡയമെൻഷൻസ്. ഫോർത്ത് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റിന്റെ പ്രോസസ്, അതായത് ആ ഒരു ഡെഫിനേഷൻ അടിസ്ഥാനമാക്കിയിട്ട് അതിന്റെ പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിന് നിരവധി ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇത്രയും പെർഫോമൻസ്, അതായത് ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും ഫങ്ഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഫങ്ഷൻസ് ഇങ്ങനെ ഒരു സൈക്ലിക്കൽ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടുപോകും. ആ ഒരു പ്രോസസ്സാണ് ഈ മാനേജ്മെന്റിൽ വരുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഗോള് ഒരാളെ കൊണ്ട് തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനെന്തുണ്ടാവും? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ ഏറ്റവും താഴെയുള്ള ജോലിക്കാർ വരെയും എന്തിലാണ്? ആ ഒരു മാനേജ്മെന്റിന്റെ നടത്തിപ്പിൽ പങ്കാളികളാണ്. അപ്പോൾ അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെന്ന് പറയാനായിട്ടുള്ള കാരണവും അത് തന്നെയാണ്. അതായത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുന്നതും അവര് ഈ ഒരു മാനേജ്മെന്റിന്റെ ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ദെൻ സിക്സ്ത് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ച് വരിക. മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ
പെട്ടെന്ന് ചേഞ്ച് വന്നെങ്കിൽ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ചിട്ട് ചേഞ്ച് കൊണ്ടുവന്നുവെങ്കിൽ മാത്രമാണ് ആ ഒരു മാനേജ്മെന്റിന്റെ നിലനിൽപ്പ് സാധ്യമാവുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണ കാലത്ത് നമ്മുടെ സ്കൂൾസ് അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സസ് ഓൺലൈനായി അല്ലേ. നമ്മള് സ്കൂളിലൊക്കെ പോയി പഠിച്ചിരുന്നത് പതിയെ എന്തായി, ഓൺലൈൻ ക്ലാസ്സുകളായി. അപ്പൊ നമ്മൾ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറി. അപ്പൊ അതുപോലെ ബിസിനസ് മാനേജ്മെന്റിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് കാലത്തിന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളും ചേഞ്ചസിന് വിധേയരാവണം. എങ്കിൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ വളർച്ചയെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. എന്ത് ചേഞ്ച് ഉണ്ടായാലും അതിനെ സോൾവ് ചെയ്യാനായിട്ട് ആ ഒരു പ്രശ്നം നമ്മുടെ കൂടി ഇതാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെ അഭിമുഖീകരിച്ച് നമ്മൾ ആ ഒരു പ്രശ്നത്തിന് എതിരെ മുന്നോട്ട് പോകുക. ഓക്കെ, 7th പോയിന്റ് ആണ് മാനേജ്മെന്റ് ഈസ് ഇൻടാൻജിബിൾ ഫോഴ്സ്. അതായത് നമുക്കറിയാം സ്കൂളിൽ മാനേജ്മെന്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ആ ഒരു സംഭവം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കത് അറിയാം, മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ട്. അതായത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടാൻജിബിൾ ഫോഴ്സ്, നമുക്ക് തൊടാനൊന്നും പറ്റില്ല അല്ലെ. നമുക്ക് പക്ഷെ വി ക്യാൻ ഫീൽ, നമുക്കത് അറിയാം. നമ്മൾ പറഞ്ഞ പരവാസികൾ, അപ്പൊ നമ്മുടെ ചുറ്റും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. പിന്നെ വി ക്യാൻ ഫീൽ അല്ലെ, അപ്പൊ നമുക്കത് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. എന്തൊക്കെയായിരുന്നു, ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. അതിൽ 3 ഡയമെൻഷൻസ് ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് വർക്ക്. Then 4th point ആണ് മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ, മാനേജ്മെന്റ് ഇസ് എ ഇൻടാൻജിബിൾ ഫോഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, ഇത്ര ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. നമുക്ക് ഒരു ഓർഗനൈസേഷനിലും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അതായത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നതാണ് ഓരോ ഓർഗനൈസേഷന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അതില് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യുക എന്നതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനം പരമാവധി ഉയർച്ചയിലെത്തുക. അപ്പൊ നമ്മൾ ഒരു മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്താലാണല്ലോ ഒരു സ്ഥാപനം പരമാവധി അതിന്റെ ഉയർച്ചയിലെത്തുകയും അത് പരമാവധി നേട്ടം കൈവരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ടും സാധിക്കാം. അതായത് കുറഞ്ഞ ചെലവിലും പരിശ്രമത്തിലും, നമ്മുടെ പരിശ്രമം കൊണ്ടും കുറഞ്ഞ ചെലവിലും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് സക്സസ് ആയി, അല്ലെങ്കിൽ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ നേട്ടം കൈവരിച്ചു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതിന് 3 ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എന്താണ്? ഒന്ന് സർവൈവൽ, ദെൻ പ്രോഫിറ്റ്, തേർഡ് വൺ ഗ്രോത്ത്. സർവൈവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാർക്കറ്റില് ഇപ്പൊ നമുക്കറിയാം ഭയങ്കര ടൈറ്റ് മാർക്കറ്റ് ആണല്ലേ, ഭയങ്കര കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കണം, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെ പിടിച്ചു നിൽക്കണം, അപ്പൊ അതെങ്ങനെ പിടിച്ചു നിൽക്കാം എന്നുള്ള കാര്യം, അതായത് നമ്മുടെ നിലനിൽപ്പ് നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിലനിൽപ്പാണ് ഒരു സ്ഥാപനത്തിന്റെ അടിസ്ഥാനം അല്ലെ. ഒരു സ്ഥാപനം നിലനിന്ന് പോയെങ്കിലാണ് നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ ഓരോ സ്ഥാപനത്തിന്റെ ചിലവ് നിയന്ത്രിക്കാനുള്ള ആ ഒരു ലക്ഷ്യങ്ങൾ പാകപ്പെടുത്തിയെടുക്കും വേണം. അന്നെങ്കിൽ മാത്രമാണ് ഇപ്പൊ നമ്മുടെ സ്ഥാപനം നിലനിന്ന് പോകുന്നുണ്ട്, പക്ഷെ അത് ഏറ്റവും കൂടുതൽ ചെലവിലായി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് വല്ല ഇതുണ്ടാവും, ഒരു കാര്യമില്ല അല്ലെ. കൂടുതൽ ചെലവ് എടുത്തിട്ട് നമ്മുടെ സ്ഥാപനത്തിന് നിലനിന്ന് കുറെ കടം കുമിഞ്ഞൊക്കെ കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രവൃത്തി കൊണ്ട് യാതൊരു ഫലവും ഇല്ലാണ്ടാവും. കുറെ നാൾ കഴിയുമ്പോൾ അത് വീണ്ടും ഡൗൺ ആവും. അപ്പൊ അങ്ങനെ പാടില്ല. സ്ഥാപനത്തിന്റെ ചെലവ് നിയന്ത്രിക്കാൻ പാകത്തിന് അതിന് എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. സ്ഥാപനത്തിന്റെ നിലനിൽപ്പാണ് സർവൈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി ദെൻ പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിലനിൽപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? ആ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതായത് ബിസിനസിന്റെ ലാഭം എന്ന് പറയുന്നത്, ബിസിനസിന്റെ ലാഭം എന്ന് പറയുന്നത് ആ ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിരവധി ബ്രാഞ്ചസ്, അതായത് അതിന്റെ വളർച്ച. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വളർച്ച. ഈ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബ്രാഞ്ചസ്, അതല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോൾ നിരവധി ബ്രാഞ്ചസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. അങ്ങനെ അപ്പൊ അതാണ് ഓരോ വളർച്ചയും അതിന്റെ നിരക്കാണ് കണക്കാക്കുന്നത്, ഓരോ വളർച്ച. അപ്പൊ ആദ്യത്തെ നമ്മൾ സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ നിലനിൽപ്പ് ഉണ്ടായെങ്കിലാണ് എന്തുണ്ടാവുള്ളൂ? പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടായെങ്കിൽ മാത്രമാണ് അതിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അതായത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ടാവണം. ദെൻ അവർ നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രമാണ് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ഇത്തരം പ്രോഫിറ്റ് ഉണ്ടായെങ്കിൽ മാത്രമാണ് അതിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയോ? ഹലോ, സോഷ്യൽ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകട്ടെ. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, സമൂഹത്തിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ജോലി, ബാക്ക്വേർഡ് നിൽക്കുന്ന പീപ്പിൾസിന് ജോലി കൊടുക്കുക, അതുപോലെ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, മൂന്നാമത്തെ പോയിന്റ് ആണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊഴിലാളികളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു ഓർഗനൈസേഷനിൽ കുറെ വർക്കേഴ്സ് ഉണ്ടാവും അല്ലെ, കുറെ തൊഴിലാളികൾ ഉണ്ടാവും. അവരെ നമ്മളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, അവരുടെ ആവശ്യങ്ങളിലൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കണില്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രം, നമ്മുടെ മാനേജ്മെന്റ്, നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ് ആവണമെന്ന് മാത്രം നമ്മൾ കണക്കാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു ഓർഗനൈസേഷന് വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല അല്ലെ. കാരണം തൊഴിലാളികൾ ചിലപ്പോൾ സമരത്തിന് ഇറങ്ങും. അപ്പൊ ഇവർക്ക് പല നീഡ്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ചിലപ്പോൾ സാലറി കൂട്ടി കൊടുക്കണം എന്നായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ സ്കെയില് പ്രൊമോട്ട് ചെയ്യണം എന്നായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ വേണം എന്നുള്ളൊരു ആവശ്യമായിരിക്കും. അപ്പൊ അവരുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങള്, ആവശ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ശ്രമം കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ പോയിന്റ് ആണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതില് 3 ഇക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. സർവൈവൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ നിലനിൽപ്പും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് നമ്മൾ നേടിയെടുക്കുന്ന ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ലാഭം, അതുണ്ടെങ്കിൽ മാത്രമേ എന്ത് കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ? ആ ബിസിനസ്സിന് ഗ്രോത്ത് കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതായത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്, എന്തെങ്കിലും ലാഭം ഉണ്ടാക്കി കൊടുക്കുക, എന്തെങ്കിലും ലാഭമായിട്ട് ചെയ്യുക. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് നിൽക്കുന്ന എംപ്ലോയീസിന് ജോലി കൊടുക്കുക, അതുപോലെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് നടത്തുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ, നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു വളർച്ചയും കൂടെ കണക്കാക്കിയിട്ട് തൊഴിലാളികളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. ക്ലിയർ ആയല്ലോ? ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ അതന്നെയാണ് ഇതിൽ പറയുന്നത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ, ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി, then employment opportunities, less pollution, safety of employees, fair trade. Personal objectives എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ better working conditions, peer recognition, better salaries. Then next point ആണ് need and importance of management. ആദ്യത്തെ പോയിന്റ് ആണ് helps in achieving group goals. അതായത് നമ്മൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയപ്പോൾ പറഞ്ഞു, എന്താണ്?
പൊതുവായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഗോൾ ഓറിയന്റഡ് ആയിരിക്കും, അല്ലെ? ഒരു ഗോൾ ഓറിയന്റഡ് ആയിരിക്കും മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് മാനേജ്മെന്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ സഹായിക്കും. നമ്മളിപ്പോ ഡെഫിനിഷനിൽ പറഞ്ഞു, മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ് ഡൺ ത്രൂ അതർ പീപ്പിൾ. അതായത് ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. ആർട്ട് എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുക? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ സഹായത്തോടെ, ഒരു കൂട്ടം മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു പോയിന്റിലും പറയുന്നത്. ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഗ്രൂപ്പ് ഗോൾസ് നമ്മൾ നേടിയെടുക്കുക. പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മുടെ ആ ഒരു ഗോള് നേടിയെടുക്കാം. സെക്കൻഡ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. നമ്മൾ നേരത്തെ പറഞ്ഞു എഫിഷ്യൻസിയുടെ കാര്യം. എങ്ങനെയായിരുന്നു? ചിലവ് കുറച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ലോ കോസ്റ്റില് എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു മാനേജ്മെന്റ് എഫിഷ്യന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് എൻവയോൺമെന്റ്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചേഞ്ച്. എങ്ങനെയാണ്? ഇപ്പൊ ഗവൺമെന്റ് പോളിസീസ് മാറിയാലും ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ ചേഞ്ചസ് വന്നാലും അവ സർവൈവ് ചെയ്യുന്ന രീതിയിൽ ഒരു എഫിഷ്യന്റ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? ഇപ്പൊ നമുക്കിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. കൊറോണ സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഓൺലൈൻ ആയി, അല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റിലും ചേഞ്ചസ് വന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ് ആയി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അതെന്താ പറയണേ? അതായത് ഓരോരുത്തരുടെ ഒബ്ജക്റ്റീവ്സും, അതായത് ജീവനക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ജീവനക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ആവശ്യങ്ങൾ കൂടെ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ് ആയി എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ജീവനക്കാരെ കൂടെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ആണ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. അതായത് സമൂഹത്തിന്റെ വളർച്ചയിൽ ഹൈ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നല്ല ക്വാളിറ്റിയിൽ അവര് സമൂഹത്തിന് വളർച്ചയ്ക്ക് ഉതകും വിധം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ഓക്കെ, സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റുകൾ നമ്മൾ നടത്തണം. നേരത്തെ പറഞ്ഞ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയായിരുന്നു? നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന്, സെക്ഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനായിട്ട് പറ്റും. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റിന്റെ പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു? മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ്, ഇൻക്രീസസ് ഇൻ എഫിഷ്യൻസി, ക്രിയേറ്റ്സ് എ ഡൈനാമിക് എൻവയോൺമെന്റ്, helps in achieving personal objectives, helps in development of society. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് ആണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. അതില് നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതില് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ്, ശാസ്ത്രമാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ഓക്കെ, മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരു എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് ഉണ്ടായിരിക്കും. ദെൻ പേഴ്സണൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ നോക്കാം. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട്. എന്താണ് മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല്, അതായത് ഒരു വ്യക്തിക്ക് ഇപ്പം ഡാൻസ് കളിക്കാൻ അറിയുന്ന ഒരു വ്യക്തിക്ക്
പാട്ട് പാടാൻ കഴിയുന്നുണ്ടാവില്ല അല്ലെ. അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ആക്ട് ചെയ്യാനായിട്ട് അറിയുണ്ടാവില്ല. അപ്പൊ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കഴിവിനനുസരിച്ചിട്ടാണ് നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഓരോ വ്യക്തികളുടെ കഴിവിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു കഴിവായിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുക. അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസേ നമുക്ക് ഇവിടെ കാഴ്ചവെക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കലാരൂപവും രൂപപ്പെടുന്നത് അതിന്റെ ഒരു തിയറിയുടെ അറിവിലാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, അതിന് അതിൻ്റെതായിട്ടുള്ള ഓരോ, ഇപ്പൊ ഡാൻസിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മുദ്രകളുണ്ട്, മ്യൂസിക്കിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്വരങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കിങ്ങനെ വെറുതെ ഒരു നേരം പോക്കിന് പാടുന്ന പോലെ അല്ലല്ലോ നമ്മൾ കല അഭ്യസിച്ച ഒരു വ്യക്തി പാടുന്നത്, അല്ലെങ്കിൽ അവർ കളിക്കുന്നത്, അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്നത്. അവരുടെ ആ ഒരു കഴിവിനനുസരിച്ചിട്ട്, വ്യക്തികളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ആ ഒരു കഴിവില് മാറ്റം വരുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് പേഴ്സണൽ ആപ്ലിക്കേഷൻ. പേഴ്സണൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജർ, ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മാനേജർ പെർഫോം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു മാനേജർ പെർഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഈസ് ആർട്ടാന്ന് പറയാം. എന്തുകൊണ്ടാ? ഒരാളുടെ കഴിവല്ല മറ്റൊരാളുടെ കഴിവെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് ഒരു മാനേജറിന്റെ കഴിവല്ല ഒരു മാനേജ്മെന്റിനെ നയിക്കുന്നത് ഒരു മാനേജർ ആണെങ്കിൽ ആ ഒരു മാനേജ്മെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏതൊരു അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ മാനേജർക്ക് കഴിയും. പക്ഷെ വേറൊരു അവസ്ഥയിൽ ചിലപ്പോൾ ചില മാനേജേഴ്സിന് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ഒരാളുടെ കഴിവ്, ആ ഒരാളുടെ കഴിവിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു മാനേജ്മെന്റിന്റെ സക്സസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് ആണ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് ഒരു കലാകാരൻ എന്ത് ചെയ്യും, തന്റെ അറിവ് എങ്ങനെയാണ് നമ്മളത് ക്രിയേറ്റീവ് ആക്കുന്നത്, അയാളുടെ പ്രാക്ടീസിലൂടെ അല്ലെ, നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മാനേജ്മെന്റ് തന്നെ നമുക്ക് കമ്പയർ ചെയ്തെടുക്കണം. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മാനേജർ ആ ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം, അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പഠനം വിലയിരുത്തണം. ഓക്കെ, അപ്പൊ എന്നാ ഒരു ലക്ഷ്യം, എന്നാ ഒരു 3 പ്രോസസ്സിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് നിരന്തരമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, ഇപ്പൊ ഒരു മാനേജ്മെന്റിൽ നമ്മുടെ ആ ഒരു ആൾക്കാരെ കുറിച്ച് പഠിക്കുക, മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് പഠിക്കുക, ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഒരു മാനേജർ എന്ന നിലയ്ക്ക് അദ്ദേഹം പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു മാനേജ്മെന്റിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ മാനേജർക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ മാനേജ്മെന്റ് ഒരു ആർട്ടാന്ന് പറയുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. എന്തൊക്കെയാണ്? എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്, അതായത് നമ്മളിൽ നിലനിൽക്കുന്ന ആ ഒരു കലാരൂപം, അല്ലെങ്കിൽ ആ ഓരോ കലാരൂപം നിലനിൽക്കുന്നത് ഓരോ തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ മാനേജ്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ആ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് അത് നിലനിൽക്കുന്നത്. ദെൻ പേഴ്സണൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരാളുടെ കഴിവല്ല മറ്റൊരാളുടെ കഴിവ്, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെയല്ല മറ്റൊരു ഓർഗനൈസേഷന്റെ മാനേജർ ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ തേർഡ് പോയിന്റ് ആണ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഒരു മാനേജ്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം തന്റെ കഴിവും അതുപോലെ അറിവും നിരീക്ഷണവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു മാനേജ്മെന്റിന്റെ ആ ഒരു സ്ട്രക്ചർ അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടായിരിക്കും അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ 3ാമത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് ഒരു സയൻസ് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയുന്നത് സയൻസിന്റെ പ്രത്യേകത എന്താ? ഈ സയൻസ് എടുത്തിട്ടുള്ള കുട്ടികള് ലാബിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലെ. അവരെന്തിനായിരിക്കും പോകുന്നത്? അവര് അവിടെ കുറെ ലാബിൽ പോയിട്ട് കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യും അല്ലെ. അപ്പോ ഈ സയൻസ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റിന്റെ ഒരു നേച്ചർ ആണെന്നാണ് പറയുന്നത്. ശേഖരമാണ് സയൻസ് എന്ന് പറയുന്നത് അല്ലെ. കുറെ പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്ന
സയൻസ് എന്ന് പറയുന്നത് വരുന്നത്. അത് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് എക്സ്പെരിമെന്റേഷൻ, യൂണിവേഴ്സൽ വാലിഡിറ്റി, ബോഡി ഓഫ് നോളജ്. അതായത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓരോരുത്തരും ഇപ്പൊ ഒരു നമ്മുടെ ശാസ്ത്രജ്ഞന്മാരല്ലേ, അവർ കുറെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് ഓരോ അവരുടെ ഒരു വിജയം അവർ കൈവരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസക് ന്യൂട്ടന്റെ തലയില് ആപ്പിൾ വീണപ്പോഴാണ് ഗുരുത്വാകർഷണ ബലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെ ഫലമായിട്ട് അവര് നടത്തുന്ന നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ആകെ തുകയാണ് എന്ത് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അതിനൊരു സിസ്റ്റമാറ്റിക്കലി ഒരു ഓർഡർ ഉണ്ടായിരിക്കും. ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് പോയെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുക, അതിനൊരു സക്സസ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. അതായത് ഇപ്പൊ മനുഷ്യർ ഒരുപാട് പരീക്ഷണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരീക്ഷണങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാ, ഓരോ നിരീക്ഷണങ്ങളും ഓരോ പരീക്ഷണങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടാണ് ഓരോ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ടാണ് അത് സക്സസ് ആവുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ മാനേജ്മെന്റിന്റെ കാര്യം. മാനേജ്മെന്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മാനേജ്മെന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ പഠനം നടത്തണം എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് ഒരു സയൻസ് ആണെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ദെൻ യൂണിവേഴ്സൽ വാലിഡിറ്റി, തേർഡ് പോയിന്റ് ആണ് യൂണിവേഴ്സൽ വാലിഡിറ്റി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. മാനേജ്മെന്റിന്റെ കുറെ തത്വങ്ങൾ നമുക്ക് സയൻസിലായാലും പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റിന്റെ കാര്യത്തിലും. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ആ ഒരു കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിന് അതിന് ചേഞ്ചസ് നമ്മുടെ കാലത്തിനനുസരിച്ചിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ചേഞ്ചസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകണം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഒരു മാനേജർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ദെൻ മാനേജ്മെന്റ് ഒരു സയൻസ് ആണ്. എന്നെങ്ങനെയാണ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും, അതിൻ്റെതായിട്ടുള്ള സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് അറിവുകൾ ഉണ്ടായിരിക്കും. ദെൻ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ, പരീക്ഷണങ്ങളിൽ അടിയുറച്ചതാണ് ഇത്. അതായത് ഒരുപാട് പേരുടെ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ വികസിപ്പിച്ചെടുത്തതാണിത്. അതായത് മാനേജ്മെന്റിന്റെ തത്വങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോ മാനേജ്മെന്റും ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ഇന്നോവേഷൻസ് വരുത്തുന്നത് അവര് ആർജിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള അനുഭവങ്ങളിലൂടെ തന്നെയാണ്. ദെൻ യൂണിവേഴ്സൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മാനേജ്മെന്റിൽ എന്ത് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുമോ, സാഹചര്യത്തിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ മാനേജ്മെന്റിൽ വരുത്തണോ അതൊക്കെ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മാനേജ്മെന്റ് ഒരു ആർട്ടാണ്, അതല്ലെങ്കിൽ രണ്ടുമാണ്, അതായത് ആർട്ടുമാണ് സയൻസുമാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊവൈഡ്സ് പ്രിൻസിപ്പിൾസ്, അതിന് നിരവധി പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. ഇനി ആർട്ട് എന്ന് പറയാനായിട്ട് എന്താ കാരണം? അത് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ആർട്ട് എന്ന് പറഞ്ഞത് അതൊരു പ്രാക്ടീസിലൂടെയാണ് അതിന്റെ കഴിവ് നമുക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ട് എന്ന് പറയുന്നതും സയൻസ് എന്ന് പറയുന്നതും മാനേജ്മെന്റിന് ഒരുപോലെയാണെന്നാണ് പറയുന്നത്. രണ്ടും വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു പ്രത്യേക അറിവുണ്ടാവും അല്ലെ. ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു വിദഗ്ധ സ്വഭാവത്തോട് കൂടിയ സവിശേഷമായ അറിവിന്റെ സാക്ഷാത്കാരമാണ് പ്രൊഫഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ എടുത്ത് പഠിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു കിട്ടണേ? അതിനുള്ള അറിവ് നമുക്ക് എങ്ങനെ കിട്ടണേ?
നമ്മൾക്ക് പുസ്തകം വായിച്ചാൽ കിട്ടും, അതുപോലെ കോളേജസിൽ നിന്ന് കിട്ടും, പ്രൊഫസേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താൽ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിലൊരു 5 പോയിന്റ് പറയുന്നുണ്ട്. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും, റെസ്ട്രിക്റ്റഡ് എൻട്രി, പ്രൊഫഷണൽ അസോസിയേഷൻ, എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്, സർവീസ് മോട്ടീവ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കുക, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്, അതായത് വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു അറിവിന്റെ ശേഖരമാണ് ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സബ്ജക്റ്റ്, ഇപ്പൊ ഓരോ പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിന് ഓരോരോ തത്വങ്ങൾ ഉണ്ടായിരിക്കും. അത് വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ളവയായിരിക്കും അല്ലെ. ഏതൊരു കഴിവുള്ള ആൾക്കും എന്താവാം, മാനേജർ ആവാം. അതിനൊരു പ്രൊഫഷണലും വേണമെന്നില്ല, ഒരു പ്രൊഫഷണൽ കോഴ്സിനും ചേരണമെന്നില്ല അല്ലെ. നമ്മുടെ കഴിവിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്നത്. ദെൻ റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഓരോ എക്സാം എഴുതുകയാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CA, LLB, അതുപോലെ MBBS, ഇതൊക്കെ നമുക്ക് എക്സാം എഴുതുകയാണെങ്കിലും ഇതിന്റെയൊക്കെ എക്സാമിന് ഈ ഒരു കോഴ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷണലിന്റെ ഒക്കെ എന്തുണ്ടാവും, അതിനൊരു എൻട്രി, റെസ്ട്രിക്റ്റഡ് എൻട്രി എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വരും അല്ലെ. ഓരോ പ്രൊഫഷണലിനും ഓരോ നിയന്ത്രിതമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടായിരിക്കും. അപ്പോൾ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ ഇല്ല. ഏതൊരു കഴിവുള്ള ഒരു വ്യക്തിക്കും ഒരു മാനേജർ ആവാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൊഫഷണൽ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വക്കീല്, ഒരു ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ അംഗമാവണം എന്ന് നിർബന്ധമുണ്ട്. അതുപോലെ വക്കീലാവണമെങ്കിൽ ബാർ കൗൺസിലിലെ ഒരു അംഗമാവണം എന്നുള്ള നിയമമുണ്ട്. ഈ മാനേജർ ആവണമെങ്കിൽ ഇതിലൊന്നും, ഇങ്ങനത്തെ സംഘടനകളിൽ ഒന്നും അംഗമാവണം എന്നുള്ളൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു റെഗുലേറ്ററി എൻട്രീസ് ഒന്നുമില്ല. ഓക്കെ, ദെൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പ്രൊഫഷണലുകളുടെ ഒരു പെരുമാറ്റത്തെ എങ്ങനെ നിയന്ത്രിക്കണം, അവരെങ്ങനെ പെരുമാറണം, ഒരു മാനേജ്മെന്റിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യണം. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ആവുമ്പോൾ അവരവിടെ ഓത്ത് ഓഫ് എത്തിക്കൽ പ്രാക്ടീസ് ചെയ്യും അവരുടെ ആ ഒരു ടൈമിൽ, പ്രൊഫഷന്റെ സമയത്ത്. അങ്ങനത്തെ ഉള്ള ഒരു നിബന്ധനകളും ഒരു മാനേജ്മെന്റിനും ഇല്ലാന്ന്. ഓക്കെ, ദെൻ സർവീസ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനം ചെയ്യാം. ആർക്ക് സേവനം ചെയ്യാം? സമൂഹത്തിന് സേവനം ചെയ്യാം. സേവന ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സേവനം ചെയ്യുക. അതായത് ഇപ്പോ മാനേജ്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, അതിന്റെ മാക്സിമം പ്രോഫിറ്റ് കിട്ടണം. അത് എങ്ങനെ കിട്ടണം? ലോങ് ടൈം ഓർഗനൈസേഷനിലേക്ക് ആയിട്ട് കിട്ടണം. എന്നെങ്കിൽ മാത്രമാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ് ആയി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? സർവീസ് മോട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ലോയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് വരുന്ന ക്ലയൻസിന് അവർക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണം. അതുപോലെ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് ബെറ്റർ ട്രീറ്റ്മെന്റ് ഒരു ഡോക്ടർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെയാണ് സൊസൈറ്റിയുടെ കാര്യം എടുത്താൽ, സൊസൈറ്റിയിൽ നമ്മൾ എന്തൊരു സേവനം ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, മാനേജ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചേ? മീനിങ് എന്താന്ന് പറഞ്ഞു അല്ലെ? എന്തായിരുന്നു മീനിങ്? അതായത് മാനേജ്മെന്റിന് നിരവധി ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഡെഫിനിഷൻ നോക്കൂ. മാരി പാർക്കർ ഫോലറ്റ് പറഞ്ഞ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടാണ്. എങ്ങനെ? മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ആർട്ടാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന് 3 ഡയമെൻഷൻസ് ഉണ്ട്: പ്രോസസ്, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി. പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ? ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഏതൊക്കെയായിരുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിലും ഇൻക്ലൂഡഡ് ആണ്. ദെൻ
എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൂയിങ് ദ റൈറ്റ് ടാസ്ക്, നമ്മൾ ആ ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കി ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഗ്രൂപ്പ് ഗോള് അച്ചീവ് ചെയ്യാനായിട്ട്. ദെൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചുരുങ്ങിയ ചെലവില് കാര്യങ്ങൾ നേടിയെടുക്കുക. എങ്ങനെ? ഡൂയിങ് ഇൻ ദ ഒപ്റ്റിമൽ വേ, ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് പറഞ്ഞു. എന്തായിരുന്നു? എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അത് ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തിയാൽ മാത്രമേ ഒരു മാനേജ്മെന്റിന് സക്സസ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൈറ്റ് ടാസ്ക് ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ ചെയ്ത് തീർത്തു, ബട്ട് എന്ത് സംഭവിച്ചു? ധാരാളം ചെലവുകൾ അവിടെ, അതായത് ഹയർ കോസ്റ്റില് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ചെലവ് ഏറ്റവും കൂടുതലായിരുന്നു. ദെൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേബേഴ്സിനൊക്കെ കുറച്ചുകൊണ്ട്, അവരുടെ വേജസ് ഒക്കെ കുറച്ചുകൊണ്ട് മിനിമം കോസ്റ്റില് അവർ ആ ടാർഗറ്റ്, ആ ഒരു പ്രവർത്തനം അവരത് ചെയ്തു, ബട്ട് എന്ത് സംഭവിച്ചു? പറഞ്ഞ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. മാനേജ്മെന്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. ഓരോ മാനേജ്മെന്റിനും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട്. ദെൻ സെക്കൻഡ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഇസ് ഓൾ പെർവാസീവ്, അതായത് മാനേജ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് എവരിവെയർ. ദെൻ തേർഡ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. എന്ന് പറയുമ്പോൾ അതിൽ മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ജോലി നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ജോലികൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലും. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. മാനേജ്മെന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ട് എത്രത്തോളം കാര്യക്ഷമമാക്കോ എന്നാലാണ് അതിന്റെ റിസൾട്ട്, അതായത് അതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് അതിൽ പ്രതിഫലിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദെൻ മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഡൈനാമിക് ഫംഗ്ഷൻ ആൻഡ് ഇൻടാൻജിബിൾ ഫോഴ്സ്. ഇനി അടുത്താണ് നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയായിരുന്നു? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ മൂന്ന് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാ? സർവൈവൽ, ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി. ഇനി സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്താ പറഞ്ഞേ? അതായത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ചെയ്യുക. ദെൻ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കൂടെ കണക്കിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ നടത്തുക, ബിസിനസിന്റെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റിന് വേണ്ട നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. അതായത് ആദ്യത്തെ പോയിന്റ് ആണ് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് സഹായിക്കുന്നു. മാനേജ്മെന്റ് ഇൻക്രീസസ് ഇൻ എഫിഷ്യൻസി, കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം. മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് എൻവയോൺമെന്റ്, ചേഞ്ചസ് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും മാനേജ്മെന്റിലും ചേഞ്ചസ് വരുത്താനായിട്ട് നമ്മൾ പ്രാപ്തരാക്കണം. മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, പേഴ്സണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ദെൻ മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. ദെൻ നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. മാനേജ്മെന്റ് ഇസ് എൻ ആർട്ട്, ആസ് എ സയൻസ്, ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റ് ഇസ് എൻ ആർട്ട് എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളേജ്, അതായത് ഓരോ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കലാരൂപവും രൂപപ്പെടുന്നത്. ദെൻ പേഴ്സണൽ ആപ്ലിക്കേഷൻ, വ്യക്തിപരമായിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, അതായത് പരിശീലനത്തിന്റെ സർഗാത്മകതയുടെ ഒക്കെ കഴിവാണ് കല എന്നാണ് പറയപ്പെടുന്നത്. ദെൻ ആസ് എ സയൻസ്, അതിൽ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ ഉണ്ടായിരിക്കും, യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ദെൻ ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് ആണെന്ന് പറയുന്നു. അതിന്റെ കാരണം സയൻസിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഫോം, അതായത് ആർട്ടാണ് എന്തെന്ന് പറയുന്നത്, പ്രാക്ടീസ്, അതൊക്കെ നടത്തിയിട്ടുള്ള ഒരു ആക്ച്വൽ പ്രാക്ടീസ് ആണ് ആർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും മാനേജ്മെന്റിന്റെ ഭാഗമാണ്. ദെൻ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ
വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരിക്കും, റെസ്ട്രിക്റ്റഡ് എൻട്രി ആയിരിക്കും, പ്രൊഫഷണൽ അസോസിയേഷൻ, എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് സർവീസ് മോട്ടീവ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yeah. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം.